നമസ്കാരം. ഫിൻലൻഡിൻ്റെ തലസ്ഥാനമായ ഹെൽസിങ്കിയുടെ മനോഹരമായ തെരുവുകളും കോഫി ഷോപ്പുകളും ഒക്കെ കണ്ടാൽ ആരും ഒന്ന് ഇഷ്ടപ്പെടും. എന്നാൽ ഈ കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ചകൾക്ക് തൊട്ടുതാഴെ ഒരു യുദ്ധത്തെയോ വൻ ദുരന്തത്തെയോ വരെ ചെറുത്തു തോൽപ്പിക്കാൻ ശേഷിയുള്ള മറ്റൊരു രഹസ്യ ഭൂഗർഭ നഗരം ഉറങ്ങിക്കിടപ്പുണ്ട്. വൻ പാറക്കൂട്ടങ്ങൾ തുരന്ന് ഫിൻലൻഡ് നിർമ്മിച്ചിരിക്കുന്നത് 5500-ലധികം അത്യാധുനിക ഭൂഗർഭ അഭയകേന്ദ്രങ്ങളാണ്. 6.75 ലക്ഷം മാത്രം ജനസംഖ്യയുള്ള ഹെൽസിങ്കിയിൽ ഏകദേശം 10 ലക്ഷം പേരെ ഒരേ സമയം ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതാണ് ഈ ബങ്കറുകൾ എന്നത് ഇതിൻ്റെ വ്യാപ്തി വ്യക്തമാക്കുന്നു. 1939 റഷ്യ ഫിൻലൻഡിനെ ആക്രമിച്ച വിന്റർ വാർ കാലത്താണ് ഇത്തരം സുരക്ഷാ ബങ്കറുകൾ നിർമ്മിക്കാൻ രാജ്യം തുടക്കമിട്ടത്. തുടർന്ന് 1954 ഫിൻലൻഡ് സർക്കാർ നിർമ്മാണ നിയമങ്ങൾ കർശനമാക്കി. 1200 ചതുരശ്ര മീറ്ററിലധികം വിസ്തീർണമുള്ള കെട്ടിടങ്ങൾക്ക് താഴെ നിർബന്ധമായി ഇത്തരം ബങ്കറുകൾ ഉണ്ടായിരിക്കണമെന്നതാണ് നിലവിലെ നിയമം. ഈ ഭൂഗർഭ ശൃംഖലയിലെ ഏറ്റവും വലിയ ബങ്കറുകളിലൊന്ന് മെരിഹാക്കയാണ്. ഭൂനിരപ്പിൽ നിന്ന് 80 അടി താഴെ സ്ഥിതി ചെയ്യുന്ന ഈ അഭയകേന്ദ്രത്തിന് ഒരു 7 നില ഓഫീസ് കെട്ടിടത്തിൻ്റെ വലിപ്പമുണ്ട്. സാധാരണ സമയത്ത് ഈ പ്രദേശത്ത് സ്പോർട്സ് പിച്ചുകൾ, ജിം, കുട്ടികളുടെ കളിസ്ഥലം എന്നിവയെല്ലാമായി ജനങ്ങൾ ദിവസേന ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ഒരു അടിയന്തര ഘട്ടമുണ്ടായാൽ വെറും 72 മണിക്കൂറിനുള്ളിൽ കട്ടിലുകളും ജലസംഭരണികളും താൽക്കാലിക ശൗചാലയങ്ങളും സജ്ജീകരിച്ച് ഇതൊരു സമ്പൂർണ്ണ അഭയകേന്ദ്രമായി മാറ്റാൻ കഴിയും. 6000 പേരെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ള മെരിഹാക്കയുടെ പ്രധാന കവാടത്തിൽ 2 ഭീമൻ നീല ബ്ലാസ്റ്റ് വാതിലുകളാണുള്ളത്. ആദ്യത്തെ വാതിൽ സ്ഫോടന തരംഗങ്ങളെ തടയുമ്പോൾ രണ്ടാമത്തേത് ഉള്ളിലുള്ളവരെ രാസജൈവ ആണവ ആയുധങ്ങളിൽ നിന്നും സംരക്ഷിക്കും. ഏതെങ്കിലും കാരണവശാൽ വാതിലുകൾ അടച്ചാൽ പുറത്തുനിന്നുള്ള വെള്ളമോ വായുവോ ഉള്ളിലെത്തില്ല. 6000 ആളുകൾ ഉള്ളിലുള്ളപ്പോൾ ഒട്ടനവധി പ്രായോഗിക വെല്ലുവിളികളുണ്ടെന്ന് സിറ്റി റെസ്ക്യൂ ഡിപ്പാർട്ട്മെന്റിലെ വക്താവ് പറയുന്നു. ഒരു അന്തർവാഹിനിയിലെ പ്രവർത്തന ശൈലിക്ക് സമാനമാണിത്. ഒരേ സമയം 3 ആളുകൾ ഉറങ്ങുമ്പോൾ ബാക്കി 3 ആളുകൾ മറ്റ് പ്രവർത്തനങ്ങളിലും ബാക്കിയുള്ളവർ ശുചീകരണ ജോലികളിലും ഏർപ്പെടും. ഇവിടെ വലിപ്പമനുസരിച്ച് ഓരോ വ്യക്തിക്കും 50 ലിറ്റർ വെള്ളം വീതം നൽകുമെങ്കിലും ഭക്ഷണം ലഭ്യമാകില്ല. ഫിന്നിഷ് പൗരന്മാർ ഭക്ഷണം, മരുന്നുകൾ, പവർ ബാങ്കുകൾ എന്നിവയടങ്ങുന്ന 72 മണിക്കൂർ അതിജീവനത്തിനുള്ള ഒരു ഗ്രാബ് ബാഗ് സ്വയം കരുതേണ്ടതുണ്ടെന്നും അദ്ദേഹം നിർദ്ദേശിക്കുന്നു. ഹെൽസിങ്കിയിലെ 48 വലിയ കേന്ദ്രങ്ങൾ ഉൾപ്പെടെ ഫിൻലൻഡിലുടനീളം 50,000-ലധികം ഇത്തരത്തിലുള്ള അഭയകേന്ദ്രങ്ങളുണ്ട്. ചില ബങ്കറുകളിൽ ഒളിമ്പിക് വലിപ്പത്തിലുള്ള നീന്തൽ കുളങ്ങൾ, വാട്ടർ സ്ലൈഡുകൾ, ഗോകാർട്ട് ട്രക്കുകൾ, പള്ളികൾ എന്നിവ വരെയുണ്ട്. ചിലത് ഹെവി മെറ്റൽ ബാൻഡുകളുടെ പരിശീലന കേന്ദ്രങ്ങളാണ്. ഏതൊരു അടിയന്തര സാഹചര്യത്തെ നേരിടാനുള്ള ഫിൻലൻഡിൻ്റെ ഈ ഒരുക്കം ഇന്ന് ലോകശ്രദ്ധയെ ആകർഷിക്കുകയാണ്. ഈ സാങ്കേതിക വിദ്യ മനസ്സിലാക്കാൻ ലോകത്തെ ഏറ്റവും വലിയ എണ്ണ കമ്പനിയായ സൗദി അരാംകോയുടെ ഉൾപ്പെടെയുള്ള വിദേശ പ്രതിനിധികൾ ഇവിടെ സന്ദർശിച്ചു കഴിഞ്ഞു. യുക്രൈൻ പ്രസിഡന്റ് വ്ളോഡിമിർ സെലൻസ്കി, EU കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡർ ലെയൻ തുടങ്ങിയ പ്രമുഖരും മെരിഹാക്ക സന്ദർശിച്ചവരിൽ ഉൾപ്പെടുന്നു. ഞങ്ങളുടെ അനുഭവം കണ്ടുപിടിക്കാൻ തന്നെയാണ് ഞങ്ങൾ ഇവിടെ എത്തിയത്. യുക്രൈനിലും ഇതുപോലൊരു സ്പോർട്സ് കോംപ്ലക്സ് ബങ്കർ നിർമ്മിക്കുക എന്നത് ഞങ്ങളുടെ വലിയൊരു സ്വപ്നമാണെന്ന് സന്ദർശനം നടത്തിയ മേയേഴ്സ് ക്ലബ് യുക്രൈൻ പ്രതിനിധി ടെറ്റിയന ഗ്രൂൻസ്ക പറഞ്ഞു. ഇത്തരത്തിലെ ബങ്കറുകളുടെ നിർമ്മാണ മേഖലയിലൂടെ ഫിൻലൻഡിൻ്റെ സുരക്ഷാ പ്രതിരോധ മുന്നേറ്റം കോടിക്കണക്കിന് യൂറോയിലെത്തി നിൽക്കുകയാണ്. ഫിനിഷ് കമ്പനികളായ ടെമെറ്റ് ഗ്രൂപ്പ്, വെറോണ ഷെൽട്ടേഴ്സ് എന്നിവർക്ക് ആഗോളതലത്തിൽ വലിയ ഡിമാൻഡാണ്. UAEയിൽ 400ഓളം ബങ്കറുകൾ നിർമ്മിക്കാനുള്ള പ്രൊജക്റ്റിലാണ് ടെമെറ്റ് ഗ്രൂപ്പ് ഇപ്പോൾ. റഷ്യൻ ഭീഷണിയുടെ പശ്ചാത്തലത്തിൽ പോളണ്ടും തങ്ങളുടെ ബങ്കറുകൾ നവീകരിക്കാൻ $1.59 ബില്യൺ വകയിരുത്തിയിരിക്കുന്നത്. യുക്രൈനും പോളണ്ടും പുതിയ കെട്ടിടങ്ങൾ, അഭയകേന്ദ്രങ്ങൾ നിർബന്ധമാക്കി നിയമം കൊണ്ടുവന്നിട്ടുണ്ട്. എന്നാൽ ഇത്തരം കർശന നിയമങ്ങൾ നിർമ്മാണ ചെലവ് വർദ്ധിപ്പിക്കുമെന്നതിനാൽ സ്വകാര്യ നിക്ഷേപകരെ ഇത് എങ്ങനെ ബാധിക്കുമെന്ന കാര്യത്തിൽ കൂടുതൽ പഠനം നടത്തേണ്ടതുണ്ടെന്നും വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.